ഗുഡ് മോർണിംഗ് ഗായ്സ്. എല്ലാവരുടെയും മുഖം കാണിച്ചോട്ടെ. കാണിച്ച് ഞാൻ ഗായ്സ് കുറച്ച് നേരത്തെ ആയിപ്പോയി എണീച്ചത്. ഗായ്സ് പെട്ടെന്നാണ് ഞങ്ങൾ ആ നഗ്നമായ സത്യം അറിഞ്ഞത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ബ്രഷാ. കുക്കു ബ്രഷ് ആണെങ്കിലും ഗായ്സ് വി ഗോട്ട് കട്ടൻ ചായ. ഗായ്സ് ഇവിടെ ഡാൻസിന്റെ പ്രിപ്പറേഷൻ നടക്കുകയാണ്. ഗായ്സ് ഡോണ കലമായിട്ടാണ് വരുന്നത്, ചെമ്പായിട്ടാണ് വരുന്നത്. ഗായ്സ് വി ഗോട്ട് പഴം. നമുക്ക് ഫാദർ പഴം കൊണ്ടുവന്നു. ഇത് ടിപ്പിക്കൽ സോങ് ആണ്. നമ്മൾ എവിടെയാണ് പോകുന്നത്? നമ്മൾ തോട്ടിൽ ചാടാൻ പോയിരിക്കുകയാണ്. എന്നെ കണ്ടിട്ട് തവളമാക്രി പോലെ ഉണ്ട്. എന്നെ കണ്ടിട്ട് തവളയുടെ മുട്ട പോലെ ബോഡി ഷേപ്പ്. ഇതൊക്കെയാണ് നമ്മുടെ ആയുധങ്ങൾ. തോട്ട്, നിക്കർ, ചെരുപ്പില്ലാണ്ട് കടം മേടിച്ച ചെരുപ്പാണ്. കാൽനടകളിൽ നമ്മൾ നടക്കുവാണ്. കാൽനടകളിലേ നടക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇവിടെയാണ് നിന്നത് ഗായ്സ്. ഇതാണ് ഡോണയുടെ വീട്. ചെടിയുണ്ട്, കുക്കുണ്ട്. ടിഫി 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 ടീ നല്ല ഗൗരവക്കാരനാ. നിക്കണല്ലോ, നല്ല ശൗര്യാണ്. ഹലോ വിചാരിക്കുന്ന കാരാണ്. Guys, I don't have legs and hands because എൻ്റെ കയ്യിൽ ഒരെണ്ണം തോർത്തും ഒരു കയ്യിൽ ഫോണുമാണ്. ഓ മൈ ഗാഡ്. ഗോയ്സ് നമ്മൾ പോവുകയാണ്. പോണു. എല്ലാം നിക്കർ വാസുകളാ. അതെ, കന്നാസും കടലാസുകളുമാണ് ഈ പോകുന്നത് ഗായ്സ്. ഇവിടെ കുറേ മറ്റു സാധനം ഉണ്ടല്ലോ. എന്താ ഇനി പറയണേ? ജാതിക്ക് തൊട്ട് ജാതി നിന്റെ. ഓ വലിയ വാഴയില. അതെ, എനിക്കത് കേൾക്കുമ്പോ ഇപ്പൊ ചിരി വരും. ഏതൊക്കെയോ വഴി ഇറങ്ങി പോകുന്നുണ്ട് ഗായ്സ്. ഇതാണ് നമ്മുടെ തോട്ട. ഒഴുകി പോവില്ലല്ലോ അല്ലേ? പക്ഷെ കുറച്ച് ആഴം ഉണ്ടല്ലോ. മുങ്ങി പോവോ? എനിക്കൊക്കെ സുഖമായിട്ടുണ്ട്. അടിയൊഴുക്കുള്ള പോലെ തോന്നുന്നു. കണ്ട അവന് പോലെ നീന്താൻ പറ്റുന്നില്ല. അത് നിന്നെ പോലെ ഉണ്ട് ആ പ്രാണിക്ക്. ലുക്സ് ലൈക്ക് അജു. See guys, tiny mushrooms. Cute. Daddy, tiny mushrooms. ചാട്ടെ. അത് പോയി ഗൈസ്. ഇനി രമണി. ചാട് രമണി. നാളെ കല്യാണം മധുരം വെപ്പല്ല, നല്ല തണുപ്പ്. നീന്തി വാ. ഇത് കഴിഞ്ഞിട്ട് ഇത് നീന്താനാ പറഞ്ഞ, കുളം കലക്കാനല്ല പറഞ്ഞ. കാല് വെക്കൂ. കൊറേ ചെരുപ്പുകള് ഇവിടേക്കും എന്തൊക്കെയാ ഉണ്ട് ഗായ്സ്. ചൂഴല് പോലെ. അയ്യോ പോലെ വീഡിയോ എടുക്കുക. പൊക്കോ. എന്തോ പിടിച്ചോണ്ട് പോകുന്ന പോലെ. ഇപ്പൊ വലിയ മണ്ടക്ക് എത്തിയത് പോലെ. അതാ അടുത്ത് പോന്നു. പേടിച്ചിട്ടാണ് പോകുന്നത് ഗൈസ്. ഞാനിവിടെ പേടിച്ചിട്ടാണ് കുത്തിയിരിക്കുന്നത് ഗൈസ്.
കിട്ടും. യാരിവൻ കാലും തൂക്കിപ്പോയിടുന്നു. എനിക്ക് ഭയങ്കര അപ്പൊ നമ്മള് നിൽക്കുന്നത് ഇതെവിടെയാ സ്ഥലം? ഒലായം എന്ന് പറയുന്ന സ്പോട്ടിലാണ്. ഇങ്ങോട്ട് ആരും വരണ്ട, സമാധാനം കളയരുത്. ഡോണ ഉണ്ട്. ഞാനിങ്ങനെ പിടിച്ചോളാം. ഇങ്ങനെ എറിഞ്ഞാൽ അപ്പൊ ഞങ്ങള് എന്താണ് ഇങ്ങനെ നല്ലൊരു ക്ലൈമറ്റ് ഒക്കെ ആയതാണ് ഞങ്ങൾ ഇറങ്ങിയതാണ് വെള്ളത്തിൽ. എനിക്ക് എന്റെ വീഡിയോ അപ്പൊ ഇത് കിട്ടും. നമ്മൾ വെള്ളത്തിൽ എന്നൊന്ന് പിടിച്ച് നമ്മൾ ചെരുപ്പിട്ടിട്ടാണ് നിൽക്കുന്നത്. ഇത് നമ്മുടെ ഡോണയുടെ വീടിന്റെ ബാക്ക് സൈഡിലുള്ള സ്ഥലമാണ്. ഓക്കെ, അവർ ചാടാൻ പോവുകയാണ്. ഇതൊക്കെ ഇവിടുത്തെ കുളങ്കലക്കികളാണ്. അതെ, അടുത്ത കുളം കലക്കി കയറുന്നുണ്ട്. ഹായ് ഗൈസ് പറ. ഹായ് ഗൈസ്. ഓക്കെ, ഡോണ ഈസ് ഗോയിങ് ടു ജംപ്. അതാ അതിസാഹസികമായി ഡോണ ചാടാൻ പോവുകയാണ് ഗൈസ്. വീണാൽ പൊങ്ങുമോ ഇല്ലയോ? ബ്രേക്കിംഗ് ന്യൂസ്. അതാ നീരാളി. മുടി പൈസ കൊടുത്ത് കളർ അടുപ്പിച്ച് ഞാൻ തോട്ടിൽ ഒഴുക്കി കളയുന്ന ഒരു ജന്മമാണ് ഞാൻ. തോട്ടീന്ന് വെള്ളം കോരാനുള്ള എളുപ്പ വഴി. ഇവിടെ ഒഴുക്ക് കൂടാറുണ്ടോ? കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് ഇവിടെ അല്ലായിരുന്നു വെള്ളം, ഇത് കഴിഞ്ഞ അപ്പുറത്തേക്കായിരുന്നു വെള്ളം. ഞങ്ങള് കഴിഞ്ഞ വട്ടം വന്നപ്പോ ഇതല്ലല്ലോ കണ്ടത്, ഇവിടെ നമ്മള് വന്നില്ലല്ലേ. മഴയായിരുന്നു, മറ്റേ കാലത്തായിരുന്നു. One eternity later. കൊറേ പേരുണ്ട്, നല്ല തണുപ്പാണ്. താഴേക്ക് ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ടെറസിൽ കിടക്കാനുള്ള ഒരു സ്ഥലം ഒരുക്കി ഞങ്ങളെല്ലാവരും ഇവിടെ കിടക്കുവാണ്. മറ്റേ പേവാട് പോലെ എന്നുവെച്ചാൽ മറ്റേ ബുക്ക് ചെയ്തിട്ട് കിടക്കില്ലേ, അത് ഞങ്ങൾക്ക് തറ സെറ്റപ്പാണ്. പിന്നെ ഹൈ ബെഡ് സെറ്റപ്പൊക്കെ ഉണ്ട് മേളിൽ. ആൾ ഉറങ്ങുക, അത് ഞാൻ കാണിക്കുന്നില്ല. ഞങ്ങൾ ഉറങ്ങി എണീക്കട്ടെ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. എന്ത് കൂട്ടിയ ഫുഡ് കഴിച്ച? ബീഫ്, മീൻ, ചിക്കൻ. യെസ്, അങ്ങനെ വയർ നിറഞ്ഞു. ഞങ്ങൾ ഉറങ്ങി എണീക്കുമ്പോഴേക്കും രണ്ടുപേര് വരാനുണ്ട്. കാണിച്ചു തരാം. രണ്ടുപേര് വരും. അപ്പം ഞങ്ങൾ ഉറങ്ങി എണീക്കട്ടെ. ഗുഡ് നൈറ്റ്. One eternity later. കസേര ഇടാൻ പോയപ്പോ ഒരു പല്ലി. ഇവിടെ എല്ലാരും പ്രിപ്പറേഷനിലാണ് ഗായ്സ്. കസേര ഇടാനും കല്യാണ ചെറുക്കൻ തനിയെ എല്ലാം പണിയെടുക്കുന്നുണ്ട്, പാവം. പണിക്കാരി അൽഹന കാസിം. എംബാരസ്ഡ് ആയി പോവും ആൾക്കാർ. കഴിക്കുമ്പോ എംബാരസ്ഡ് ആയി പോകുന്ന ആൾക്കാർ. ആ, അപ്പൊ സലൂൺ
ഫേസ് ടു ഫേസ് ഇട്ടാൽ എംബാരസ്ഡ് ആയി പോവും. അതുകൊണ്ട് സദ്യയൊന്നുമല്ല. അതാണ് എൻട്രി. ഇവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഡെൻസിന്റെ മധുരം വെപ്പ്. ഡോണം അതേ തല പൂവഞ്ഞ് നടക്കുന്നു. കല്യാണ ചെക്കൻ മാമോദിസ പൊങ്ങാൻ പോണു. ഗായ്സ്, ഡോണ പണിയെടുക്കുന്ന കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാതെ പോയി. അത് എന്തോ ചെയ്യുന്നു. ആണ്ടേ വരുന്നു. നമുക്ക് ഡോണ ചേച്ചിയുടെ അമ്മ, നല്ല ചേച്ചിയുടെ അമ്മയല്ല, പ്രിൻസും അമ്മ, പുട്ട് മമ്മി നല്ല കിണ്ണം കാച്ചി കാപ്പി ഉണ്ടാക്കിക്കോളാൻ പറ്റുന്നു. നല്ല ചൂട് കാപ്പി. സ്റ്റേജ് നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടു. തിരക്കായിരുന്നു. അതിൻ്റെ കല്യാണച്ചെടുക്കണേ ഒഴുക്കിയിട്ടുള്ളത്. ഗൈസ്, റെഡിയായി. എൻ്റെ ലിപ്സ് കുറച്ച് ഇതാണല്ലേ, അത് ലിപ്പം ഇട്ടാൽ മതി. അതല്ല കളറ് ബ്രൗൺ കുറച്ചിട്ടാലോ? ഓക്കെ. എല്ലാവരും ഹറിബറിയായിട്ട് റെഡി ആവുകയാണ്. സോ അതൊന്നും വീഡിയോ എടുക്കാന്നുള്ള സമയമുള്ള കാര്യം. കല്യാണ ചെറുക്കൻ്റെ അനിയത്തിനെ റെഡിയാക്കാൻ ഇവിടെ ആരുമില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ കുക്കു സുന്ദരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും മണവാട്ടീനെ ഒരുക്കണേക്കാളും കൂടുതൽ സമയമെടുത്താൽ നമ്മൾ ഡോണയെ ഒരുക്കാൻ എത്ര പേരാണ്? കുക്കുമോൾ, മുഖം കാണിക്കാത്തവൾ. ഡോണയ്ക്ക് എന്താണ് ഈ അസുലഭ മുഹൂർത്തത്തിൽ എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് തന്നെയാണ്. ഇത്രയൊക്കെ ടെൻഷൻ ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് ഞാനിനി കല്യാണം കഴിക്കുന്നതിൽ തീരുമാനിച്ചു. സൂപ്പർ. നമ്മുടെ ഒരു ബിരിയാണി പോയി സൈൻ ഇട്ട് വരുന്ന ഏർപ്പാടല്ലാതെ വേറെ ഒന്നും ഞാൻ നടത്തുന്നതല്ല. ഓക്കെ. ആൽബിനെ പിക്ക് ചെയ്യാനായിട്ട് പോണം ഗൈസ് ആരെങ്കിലും. സോ ഞങ്ങൾ പോവാന്ന് വിചാരിച്ചിരിക്കുകയാണ് ഗൈസ്. ബാംഗ്ലൂർ വാല ടീംസ് എത്തി. ബാംഗ്ലൂർ വാല ടീംസ് കടയിലുണ്ടെന്ന്. എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയുണ്ട്? വിശപ്പില്ലാത്തതുകൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല. ഓ സാഡ്. ഭയങ്കര ചെറിയ എല്ലാവരും പരിപാടിയെല്ലാം കഴിഞ്ഞു. ഡിസ്കഷൻ ഗൈസ്. ഞങ്ങൾക്ക് വിശന്നിട്ട് ഞങ്ങൾ വീണ്ടും ചോറ് അല്ല വിശന്നിട്ട് ഞങ്ങൾ വീണ്ടും ചോറ് തിന്നുമായിരുന്നു. ഇതൊക്കെയാണ് ഇന്ന് നടന്ന കാര്യങ്ങള്. ഡാൻസ് ഉണ്ടായിരുന്നു. ഡാൻസ് ഇല്ല, പാട്ടൊക്കെ വെച്ച് എല്ലാവരും ഡാൻസ് കളിയായിരുന്നു. അജിബിനെ കൂപ്പി കളിച്ചു, 2 പാട്ട് പാടി.
പാട്ട് പാടാൻ മൈക്ക് സെറ്റ് വർക്കിംഗ് അല്ലായിരുന്നു മര്യാദക്ക്. അത് ഞങ്ങൾ പാടിയില്ല. അവിടെ പലതരം മിമിക്രികൾ അരങ്ങേറി. നമ്മളത് കരിമക്കില്ല. ഇതൊക്കെയാണ് ഇന്ന് നടന്നത്. ഇന്ന് ഞാൻ എവിടെ കിടക്കും എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഒന്നില്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ഉറങ്ങും, അല്ലെങ്കിൽ മേലെ ടെറസിൽ കിടന്നുറങ്ങും, അല്ലെങ്കിൽ ഇന്നലെ കിടന്ന സ്ഥലത്ത് തന്നെ പോയി കിടന്നുറങ്ങും. ഇതിലേതെങ്കിലായിരിക്കും നടക്കാൻ പോണത് ഇവിടെ കൊണ്ട്. അപ്പോൾ ശരി ഗൈസ്, അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്.